ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്ന ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ടാണ്, സെഷന് വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മുടെ വേനൽക്കാലം അല്ലേ, എല്ലാവർക്കും വെക്കേഷനാണ്. ഈ ഒരു സമയം ഏറ്റവും നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ചർച്ച ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്. ഇതിൽ ഞാൻ തനിയെ സംസാരിക്കില്ല ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമുക്ക് ചർച്ചയാക്കാം. ഓക്കെ, സോ ഈ വെക്കേഷൻ തുടങ്ങി ഓൾറെഡി, ശരിയാണ് അല്ലേ? അപ്പോൾ വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ്, അതായത് പരീക്ഷയുടെ സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച സമയത്തായിക്കോട്ടെ, നിങ്ങൾ എന്തൊക്കെയായിരുന്നു വെക്കേഷൻ ഉണ്ടാക്കിയ പ്ലാന് എന്നൊന്ന് പറയാമോ? ആരെങ്കിലും ഒരാൾ പറയാം. എന്തൊക്കെ ചെയ്യണമെന്നാണ് വെക്കേഷന് വിചാരിച്ചിരുന്നത്, എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള. മോൻ്റെ പേരെന്തായിരുന്നു? ഹംദാൻ പറഞ്ഞേ. കുറേ കളിക്കണം. ഓക്കെ. കുറേ സ്ഥലത്ത് ടൂർ പോകണം. ഓക്കെ. കസിൻസിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോകണം. കസിൻസിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോകണം അല്ലേ? ഓക്കെ, അതൊക്കെ നടക്കുന്നുണ്ടോ? ഓക്കെ. അപ്പം ഹംദാന് കുറേ കളിക്കണം, അതേപോലെ ടൂറിന് പോകണം, കസിൻസിൻ്റെ വീട്ടിൽ പോയി താമസിക്കണം എന്നൊക്കെയുള്ള പ്ലാനാണ്. ഇനി വേറെ ആരാ പറയാ? മോൻ പറഞ്ഞു. 10th ആയതുകൊണ്ട് തന്നെ പഠനത്തിന് വലിയ മൂല്യങ്ങൾ നൽകിയിട്ട് പുറത്തേക്കൊന്നും വിടില്ലായിരുന്നു. അപ്പോൾ ജോലിക്ക് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കളിക്കാൻ പോയിട്ട് കുറേ നാളായിരുന്നു. അപ്പോൾ കളിക്കാനൊക്കെ പോയി. പിന്നെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ നിൽക്കാൻ തന്നെ പോയി. ഓക്കെ. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്തൊക്കെ ഇത് ആലോചിക്കുമായിരുന്നോ, എനിക്ക് വെക്കേഷന് കളിക്കണം, അതേപോലെ എൻജോയ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ള? ഓക്കെ, ശരി. നമുക്ക് സ്മാർട്ടായിട്ട് എങ്ങനെ ഈ ഒരു അവധിക്കാലം സ്പെൻഡ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ ഇതിൽ 3 കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഒന്ന്, ഹെൽത്തി ആയിട്ട് ആരോഗ്യപരമായിട്ടുള്ള ബോഡി, ശരീരം എങ്ങനെ ഉണ്ടാവണം. എല്ലാവർക്കും നല്ല ബോഡി ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ആരെങ്കിലും ജിമ്മിന് പോകുന്നുണ്ടോ? ഇല്ല. ഓക്കെ. രണ്ടാമത്, നല്ല മനസ്സ് എങ്ങനെയാണ്, ആക്റ്റീവായ മൈൻഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതേപോലെ നല്ല ശീലങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 3 കാര്യങ്ങളായിരിക്കും നമ്മളിന്ന് ചർച്ച ചെയ്യുന്നുണ്ടാവാം. ഒരു 10 ടോപ്പിക്സ് ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഇടയ്ക്ക് നമുക്ക് അത് റിവൈസ് ചെയ്ത് നോക്കാം, നമ്മൾ എന്തൊക്കെ ഇന്ന് പഠിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ. ഒന്നാമതായി ഡെയിലി റൂട്ടീൻ എന്ന് പറയാം. അതായത് ചിട്ട ഉണ്ടാവുക എന്നല്ല. സ്കൂളുള്ള സമയത്ത് പലപ്പോഴും നമുക്കൊരു ചിട്ട ഉണ്ടാവും അല്ലേ? ശരിയല്ലേ? ആണോ? ചിട്ടയില്ലായിരുന്നോ? കറക്റ്റായിട്ട് ഇത്ര സമയത്ത് എഴുന്നേൽക്കണം, രാവിലെ സ്കൂളിൽ പോകണം, മദ്രസയിൽ പോകണം, അതുപോലെ ട്യൂഷന് പോകണം, അങ്ങനെ കൃത്യമായ നമ്മൾ ചിട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു ചിട്ട ഉണ്ടോ നമുക്കിപ്പം? ഉണ്ടാവില്ല അല്ലേ? നമ്മൾ തോന്നുന്ന സമയത്താണ് എഴുന്നേൽക്കുന്നത് അല്ലേ? അതുപോലെ തോന്നുന്ന സമയത്താണ് നമ്മൾ ഉറങ്ങുന്നത് അല്ലേ? നമുക്ക് കഴിക്കുന്നിടത്തോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ചിട്ട നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിനായാലും മനസ്സിനായാലും നല്ലതല്ല. ഓക്കെ, അപ്പോൾ നല്ല ചിട്ട നമ്മൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോരുത്തരുടെ ചിട്ട ഡോക്ടർ ഇവിടുന്ന് എഴുതുന്നിടത്ത് വലിയ കാര്യമൊന്നുമില്ല. അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ടതാണ്. ഞാൻ നേരത്തെ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഞാൻ ഡോക്ടർ ഷാഫി. എൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഞാൻ ബേസിക്കലി കുട്ടികളുടെ ഡോക്ടറാണ്. പിന്നെ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് കുട്ടികളുടെ തന്നെ സ്വഭാവ പ്രശ്നങ്ങൾ, പഠന പ്രശ്നങ്ങൾ, പല രീതിയിലുള്ള വൈകല്യങ്ങൾ ഒക്കെ ഞാൻ നോക്കുന്നുണ്ടാവും. അപ്പം പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികളെ നമ്മൾ കാണാറുണ്ട്, അതേപോലെ ബുദ്ധിപരമായ പ്രശ്നങ്ങളുള്ള കുട്ടികളെ കാണാറുണ്ട്, പല സ്വഭാവ പ്രശ്നങ്ങളുള്ള കുട്ടികളെ കാണാറുണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഒരുപാട് വർഷമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ എന്നുള്ള രീതിയിൽ സാധാരണ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളെ കാണുമ്പം എനിക്ക് പറയണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെ ഇന്നത്തെ ഡിസ്കഷനിൽ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു ചിട്ട ഉണ്ടാവാന്നാണ്. ചിട്ട എന്ന് വളരെ സ്ട്രിക്റ്റായിട്ട് പിന്നെ സ്കൂളിൻ്റെ സമയം പോലത്തെ ചിട്ട എന്നല്ല. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഡയറിയൊക്കെ എഴുതുന്ന ശീലം ഉണ്ടാവില്ല അല്ലേ? ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഒരു പുസ്തകം വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ചിട്ട ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ചിട്ടയിൽ എന്തുണ്ടാവുക? രാവിലെ ഒരു കൃത്യമായൊരു സമയം നിശ്ചയിക്കുക, കഴിയുന്നത് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക. എന്നും ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക.
സ്ഥിരമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അതിൽ ചിട്ടയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് ഉറക്കമാണ്. ഉറങ്ങുന്നത് നല്ലതാണോ? ആണോ? എന്തിനുകൊണ്ട് ഉറങ്ങുന്നത് നല്ലതെന്ന് പറയുന്നത്? പറഞ്ഞോളൂ, ശ്രമിച്ചു നോക്കിയേ. മോൻ പറയുന്നത് ഡൈജഷൻ അല്ലേ? വേറെ എന്തൊക്കെ കാര്യങ്ങളാണ്? അതായത് ദഹനം എന്നല്ല മോൻ ഉദ്ദേശിച്ച ശരീരത്തിൽ ക്ഷീണം മാറാം. ശരിയാണ്. നമ്മളെ ബ്രെയിനില്ലേ, തലച്ചോർ പറഞ്ഞോളൂ മോന്. അതെ, വളരെ ശരിയാണ്. നമ്മുടെ ബ്രെയിനിൽ ശരീരത്തിനൊക്കെ പോലെ ശരീരത്തിൽ നമ്മുടെ കിഡ്നിയും ലിവറൊക്കെ നമ്മുടെ ശരീരത്തിന് മാലിന്യങ്ങൾ പുറന്തള്ളുന്ന പോലെ ബ്രെയിനിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലേ. നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് റീഫ്രഷ് ആവാൻ ക്ലീൻ ചെയ്യുന്ന മെക്കാനിസം പ്രവർത്തിക്കുന്നത് ഏത് സമയത്താണ്? ഉറങ്ങുന്ന സമയത്താണ്. പരീക്ഷയുടെ സമയത്ത് പോലും നമ്മളോട് ടീച്ചേഴ്സ് പറയുന്ന പ്രധാന കാര്യം എന്തായിരുന്നു? കൃത്യമായ സമയത്ത് ഉറങ്ങണം, കൃത്യമായ സമയത്ത് എഴുന്നേൽക്കണം. അതുപോലെ കൃത്യമായൊരു സമയത്ത് നമ്മൾ ഉറങ്ങണം. ഒരുപാട് വൈകി ഉറങ്ങുന്നത് നമ്മുടെ ബ്രെയിനിന് നല്ലതല്ല. ഓക്കെ, നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക. ഒരു 8 മണിയുടെയും 10 മണിയുടെയും ഇടയ്ക്കായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതും. ഓക്കെ, ഇപ്പോൾ ഈ ഉറക്കം നമുക്ക് ചിട്ട നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ഉറക്കം ചിട്ടയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഉറക്കം ചിട്ടയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നിങ്ങളിപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് 12 മണിക്കും 1 മണിക്കൊക്കെ ഉറങ്ങി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ സമയത്ത് ഉറക്കം വരുള്ളൂ. കാരണം നമ്മുടെ തലച്ചോറിൽ ഒരു പീനിയൽ ഗ്ലാൻഡ് ഉണ്ട്. നമ്മുടെ തലച്ചോറിന് ഒരു മെലറ്റോണിൻ സെക്രീറ്റ് ചെയ്യും. അതായത് ആ ഒരു ഭാഗമാണ് നമുക്കൊരു ക്ലോക്കായിട്ട് ആക്ട് ചെയ്യുന്നത് തലച്ചോറിൽ. സോ നമ്മൾ ശീലം തെറ്റിക്കഴിയുക അല്ലെങ്കിൽ ഉറക്കം വരാതിരിക്കുക എന്ന് പറയുമ്പോൾ ശീലം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ വൈകുന്നേരം ഒത്തിരി വൈകിയിട്ട് ചായ, കാപ്പി അതൊക്കെ അതുപോലുള്ള കഫിനേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കാര്യങ്ങൾ കുടിക്കാണ്ടിരിക്കുക. പിന്നെ എല്ലാ ദിവസവും ബെഡിൽ പോകുന്ന ഒരേ സമയത്തായിരിക്കുക. പിന്നെ ഉറങ്ങുന്ന റൂമിൽ ഒരിക്കലും TV, മൊബൈൽ അതുപോലെ ഒരു ഗാഡ്ജറ്റ്സും ഉപയോഗിക്കാണ്ടിരിക്കുക. ഉറങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണരുത്. ഈ നീലരശ്മികളുണ്ടല്ലോ, അത് തലച്ചോറിലെ മെലറ്റോണിൻ്റെ സെക്രീഷൻ കുറയ്ക്കും. അതുവഴി നമ്മൾ ഉറക്കം തകരാറിലാവും. ഓക്കെ, അപ്പോൾ നിർബന്ധമായിട്ടും ഗാഡ്ജറ്റ്സ് ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുക. പിന്നെ ഒരിക്കലും കളിക്കുന്ന റൂം ആവരുത്, ഉറങ്ങുന്ന റൂം അത് സെപ്പറേറ്റ് ആയിരിക്കണം. പിന്നെ ഉറങ്ങുന്ന സമയത്ത് റൂം ഡാർക്കായിരിക്കാൻ ശ്രദ്ധിക്കുക. AC ഉണ്ടെങ്കിൽ നേരത്തെ AC ഓണാക്കി വെക്കുക. ഒരുപാട് ശബ്ദവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ തലച്ചോറ് എന്തിന് റെഡി ആവുള്ളൂ? ഉറക്കത്തിന് വേണ്ടി റെഡി ആവുള്ളൂ. ഓക്കെ, ഇപ്പോൾ തെറ്റിയ ശീലമൊക്കെ ആണെങ്കിൽ ഒരു 1-2 ആഴ്ച നിരന്തരം നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ഉറക്കം കറക്റ്റ് സമയത്ത് സംഭവിക്കുക. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടിയാണ് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ലേറ്റായിട്ട് ഉറങ്ങിയ ദിവസങ്ങളിലും നേരത്തെ തന്നെ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പോൾ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞ് ആ ഉറക്കം കൊണ്ട് ഫുൾ ഡേ നിൽക്കണം എന്നല്ല പറയുന്നത്. ആഫ്റ്റർനൂണിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉച്ച സമയത്ത് വേണമെങ്കിൽ ചെറിയൊരു നാപ്പാവാം, രാത്രി വൈകിയാണ് ഉറങ്ങുന്നതെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതുപോലെ കഴിയുന്നതും TV, മൊബൈൽ എന്നിവ ഒന്നും കാണാണ്ടിരിക്കുക. ഉറക്കവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ ആണോ? ശരി. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹെൽത്തി ഈറ്റിങ്, ആരോഗ്യപരമായ ഭക്ഷണ രീതി. നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? ഹംദാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? അങ്ങനെ ഒന്നുമില്ലെന്ന് അറിയും. എന്നാലും ഒരു ടേബിളിൽ കുറേ സാധനങ്ങൾ കൊണ്ടുവച്ചാൽ ഏറ്റവും നന്നായിട്ടും ഇഷ്ടത്തോടും കഴിക്കുക എന്തായിരിക്കും ഹംദാൻ? മന്തിയ. ഓക്കെ, ശരി. പിന്നെ വേറെ മോൻക്ക് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? സോറി, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും ഇഷ്ടമില്ല. കഞ്ഞി മാത്രം മതിയാവുമോ? നിങ്ങൾക്ക് പറ്റില്ല. എന്താ മോൻക്ക് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം?
പെട്ടെന്ന് മന്തിയാണ്. അപ്പോൾ മന്തി ഫാൻസാണ് നമ്മളെ കൂടെ ഉള്ള കൂടുതൽ ആൾക്കാർ. ഓക്കെ, ശരി. ആരോഗ്യപരമായ ഭക്ഷണം എന്ന് പറയുമ്പം അതിൽ കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് പറയാം. അതിന് മുമ്പായിട്ട് കഴിക്കേണ്ടാത്ത അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? അതെന്തൊക്കെ ആവാം? ഓരോരുത്തരായിട്ട് പറയുമോ? മോനിൽ സ്റ്റാർട്ട് ചെയ്യാം. കഴിക്കാൻ പാടില്ലാത്ത എന്താണ്? ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മന്തി ബിരിയാണി എന്ന് മാത്രമായിട്ട് പറയരുത്, മന്തി ഫാൻസ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. പക്ഷേ ജങ്ക് ഫുഡ് ആണ് പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ് അല്ലേ, പെട്ടെന്ന് ഇതാക്കുക. അതിലെന്തൊക്കെ വരാം? നമുക്ക് ഒരുപാട് കരിച്ചതും ഒരുപാട് പൊരിച്ചതും ഒക്കെ ആയിട്ടുള്ള വിഭവങ്ങൾ വരാം അല്ലേ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുന്ന ഫുഡിന് ഫാസ്റ്റ് ഫുഡ്. പിന്നെ എന്തൊക്കെ വരാം? കാർബണേറ്റഡ് ഡ്രിങ്ക്സ് വരാം അല്ലേ. നിങ്ങൾക്ക് കോള, പെപ്സി, 7up ഒക്കെ ഇഷ്ടമാണോ? ഇഷ്ടമില്ലേ? ഇഷ്ടമാണ്. ഇതൊക്കെ ജങ്ക് ഫുഡിൽ വരും. പിന്നെ വേറെ എന്തൊക്കെ വരാം? ഒരുപാട് മധുരവും മൈദയൊക്കെ അടങ്ങിയ ഭക്ഷണം ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഭക്ഷണങ്ങളും എന്ത് വരാം? ജങ്ക് ഫുഡിൽ വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണം ലിമിറ്റ് ചെയ്യുക. ആഴ്ചയിൽ ഒരു തവണ കുറച്ച് കഴിച്ചോ എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുപാട് ഈ കെമിക്കൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത പലതരത്തിലുള്ള സ്വീറ്റ്സും പല രീതിയിലുള്ള പ്രിസർവേറ്റീവ്സ് അടങ്ങിയ രീതിയിൽ സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പല പാക്കറ്റുകളിൽ കിട്ടുന്ന ഇതുണ്ട് അല്ലേ. നമുക്കൊരുപാട് ചിപ്സും അങ്ങനെ പാക്കറ്റ്, അതും ഒഴിവാക്കണം. ഇതൊക്കെ വല്ലപ്പോഴേ കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിന് മോശമായിട്ടാണ് എഫക്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഹെൽത്തി ആയ ഫുഡിനെ കുറിച്ച് സംസാരിക്കാം. ഹെൽത്തി ആയിട്ടൊരു ഫുഡ് എന്ന് പറയുമ്പം ഒരു പ്ലേറ്റ് സങ്കല്പിക്കാം. നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നൊരു പ്ലേറ്റ്. ഈ പ്ലേറ്റിൻ്റെ ഒരു പകുതി ഭാഗം എടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട എന്തൊക്കെയായിരിക്കണം? ഒന്ന്, അന്നജടങ്ങിയ ഭക്ഷണം, കാർബോഹൈഡ്രേറ്റ്സ്. അതിലെന്തൊക്കെ വരും? നമ്മുടെ അരി ഭക്ഷണം അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ചോറ്, മന്തിയുടെ അരിയും അതിൽ വരും. അതേപോലെ ചപ്പാത്തി, അങ്ങനെ തുടങ്ങിയുള്ള അരി ഭക്ഷണമാണ് വരിക. പിന്നെ അത്ര തന്നെ ക്വാണ്ടിറ്റി എന്തും വേണം, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കൂടാം. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ചിക്കൻ, കറക്റ്റാണ്. പിന്നെ വേറെ എന്തൊക്കെ പ്രോട്ടീൻ അടങ്ങി? ഫിഷ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ്. പിന്നെ ഫ്രൂട്ട്സ് പ്രോട്ടീനിൽ വരത്തില്ല, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയും. നട്ട്സ് വരും, നട്ട്സ്, കടല, അങ്ങനെയുള്ള ഇതെല്ലാം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ്. ഡേറ്റ്സ് പ്രോട്ടീനിൽ വരത്തില്ല, അത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലാണ് വരിക കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ, എല്ലാത്തിലും ചെറിയ അളവിൽ പ്രോട്ടീൻ ഉണ്ടാവാം. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പിന്നെ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. ചിക്കൻ, മുട്ട, ഫിഷ്, ഇതൊക്കെ ഭയങ്കര നല്ലതാണ്, നമ്മുടെ ബ്രെയിനിന് ഭയങ്കര നല്ലതാണ്. ഫിഷൊക്കെ ഭയങ്കര നല്ലതാണ്. നമ്മുടെ മലയാളികൾ പുറത്തൊക്കെ പോകുന്ന സമയത്തെ അവർ പറയും നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാണ്. അതിൻ്റെ പ്രധാന കാരണം നിങ്ങൾ നന്നായിട്ട് മീൻ കഴിക്കുന്ന ആൾക്കാരാണ്. മീനിൽ എന്തുണ്ട്? ഒമേഗ 3 ഉണ്ട്, തലച്ചോറിന് വേണ്ട പ്രത്യേകമായ ഫാറ്റി ആസിഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മുട്ട, ചിക്കൻ, ഇതൊക്കെ നല്ലതാണ്. അപ്പോൾ കഴിക്കുമ്പോൾ ഒരു പാതി എടുത്തു, പാതി പ്ലേറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. 50% എന്തൊക്കെ വേണം? അരി ഭക്ഷണം വേണം, അത്ര തന്നെ മാംസ്യം. ഈ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പനീർ, പല രീതിയിൽ നട്ട്സ്, അതേപോലെ കടലകൾ, ചെറുപയർ, പയറുവർഗ്ഗങ്ങൾ, ഇതെല്ലാം കഴിച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഇത് ആയിരിക്കണം നമ്മുടെ പ്രധാനം. അതിൻ്റെ കൂടെ തന്നെ ബാക്കി പകുതി മോൻ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ്, പച്ചക്കറി, വേവിച്ചതും വേവിക്കാത്തതും, പല നിറത്തിലുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും കഴിക്കണം. കൂടെ നമ്മൾ എന്തും കഴിക്കണം? ദിവസം ഒരു ഡയറി പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പാലാവാം, തൈരാവാം, മോരാവാം, ഒക്കെ ഡയറി പ്രൊഡക്റ്റിൽ വരും. കൂടെ നമ്മൾ വെള്ളം കൂടെ കുടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സമീകൃതമായ ആഹാരം എന്ന് പറയും, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയും. അപ്പോൾ ദിവസം നമ്മൾ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും ഈ സമയങ്ങളിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഇത് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തും. അപ്പോൾ വീട്ടിൽ നിങ്ങൾ പോയിട്ട് എന്ത് പറയണം? നിങ്ങളുടെ പ്ലേറ്റിലെ പകുതി ഇതാണ് വേണ്ടത്. എന്ത് പകുതി എടുക്കുമ്പോൾ എത്ര? 50% അല്ലേ. 50 ഒരു 25-30% നമുക്ക് എന്ത് പറ്റും? ചോറ്. അത്ര തന്നെ എന്ത് വേണം നമുക്ക്? മാംസ്യം. പലപ്പോഴും നമ്മൾ മന്തിയൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് റൈസ് ഉണ്ടാവും, ചെറിയൊരു ചിക്കൻ പീസ് ഉണ്ടാവും. അങ്ങനെ കഴിക്കരുത്. നമ്മൾ കഴിക്കുന്ന ചിക്കൻ പീസ് കുറച്ച് വലുതാക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോട്ടീൻ അടങ്ങിയ ഇത് കൂടെ കഴിക്കാൻ ശ്രമിക്കണം. കൂടെ എന്തുകൂടിയും കഴിക്കണം?
പച്ചക്കറിയും ഫ്രൂട്ട്സും കഴിക്കണം. പച്ചക്കറിയും ഫ്രൂട്ട്സും എന്തിനാണ് കൂടുതൽ കഴിക്കുന്നത്? നന്നായിട്ട് ദഹിക്കാനും അതേപോലെ നമുക്ക് വേണ്ട വിറ്റാമിൻസും മിനറൽസും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണം നമുക്കറിയാം, ജങ്ക് ഫുഡ് ഒഴിവാക്കുക, പിന്നെ നമ്മൾ സമീകൃതമായ ആഹാരം കഴിക്കുക. ഇത് എല്ലാ ദിവസവും നടക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തീരെ കഴിക്കാൻ പറ്റില്ല ജങ്ക് ഫുഡ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു തവണ ഒക്കെ വേണമെന്നെങ്കിൽ ചീറ്റ് ഡേ പോലെ വെച്ചിട്ട് കുറച്ച് കഴിക്കാം. ഓക്കെ, അപ്പോൾ കഴിക്കുന്നതിൽ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ നമ്മൾ കൂടുതൽ കഴിക്കുക, അന്നജടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ആളുകൾക്കാണ് തടി വെക്കുന്നതും വണ്ണം കൂടി ഒബീസിറ്റി എന്നുള്ള കണ്ടീഷനിലോട്ട് പോകുന്നത്. പ്രധാനമായിട്ട് ഒരുപാട് മധുരം കഴിക്കുന്ന കുട്ടികൾ, പിന്നെ ചോക്ലേറ്റ്, മിഠായി, പല തരത്തിലുള്ള ഈ പഞ്ചസാര അടങ്ങിയ പല വിഭവങ്ങൾ കഴിക്കുന്ന കുട്ടികളിൽ ഒബിസിറ്റി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓൾറെഡി അങ്ങനെ പിന്നെ വെയിറ്റ് കൂടി വരുന്ന കുട്ടികൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? മധുരത്തിൻ്റെ എമൗണ്ട് കൺട്രോളിൽ വെക്കണം. അതുപോലെ തന്നെ വേറെ എന്തിൻ്റെ ചോറ്, ഒരുപാട് ചോറ് കഴിക്കരുത് കേട്ടോ, ഒരു ലിമിറ്റ് ചെയ്യണം. കൂടെ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് കഴിക്കാം. ഓക്കെ, കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വെള്ളത്തിനെ കുറിച്ച്. വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയുന്ന 4ാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വെള്ളം. നമുക്കറിയില്ലേ, ഭയങ്കര ചൂടാണ് പുറത്തോട്ട് അല്ലേ, ഭയങ്കര ചൂടാണ്. നമ്മൾ ശരീരം നിരന്തരമായിട്ട് ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് വിയർപ്പിൻ്റെ രൂപേണ. ഓക്കെ, അപ്പോൾ നിരന്തരം നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു 5 തൊട്ട് 8 ഗ്ലാസ് വെള്ളമെങ്കിലും ദിവസം നമ്മൾ കുടിക്കണം. ചിലപ്പോൾ നമുക്ക് ക്ഷീണം വരുന്നുണ്ടാവാം, ചിലപ്പോൾ നമുക്ക് പിന്നെ ഒരു തലകറക്കം പോലെ വരുന്നുണ്ടാവാം, ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ടാവാം. ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണമാവാം? നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതിൻ്റെ ലക്ഷണമാണ്. ഓക്കെ, സോ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് വെള്ളമാണ് കുടിക്കുക? എന്ത് വെള്ളം കുടിക്കുക? ചൂടുവെള്ളം. ശരിയാണ്, ഓക്കെ. ചൂടുവെള്ളം നല്ലതാണ്, ബട്ട് ഒത്തിരി ചൂടായിട്ട് കുടിക്കുക. ചൂട് കുറച്ച് തണുപ്പിച്ചിട്ടാണ് കഴിക്കേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങൾ പിന്നെ താമസിക്കുന്ന സ്ഥലത്ത് നല്ല കിണറും ഒക്കെ ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ ചൂടാറ്റിയ തണുപ്പിച്ച വെള്ളമാണ് കുടിക്കേണ്ടത്. അതുപോലെ പുറത്തുനിന്നൊക്കെ കഴിയുന്നതും ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ കഴിയുന്ന ചൂടാറ്റിയ തണുപ്പിച്ച വെള്ളമായിരിക്കണം കുടിക്കേണ്ടത്. അല്ല നിങ്ങൾ ബോട്ടിൽഡ് വാട്ടർ വാങ്ങിക്കുകയാണെങ്കിൽ അത് ഓൾറെഡി ഇത്തരത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷം വരുന്ന വെള്ളമാണ്, അത് നിങ്ങൾക്ക് കുടിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, വെള്ളം കുടിക്കാൻ ഡോക്ടർ എന്തായാലും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 7-അപ്പും കോളയൊക്കെ കുടിച്ചുവിടുന്നത്, അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? അത് നമ്മളെ ഹൈഡ്രേഷൻ ഹെൽപ്പ് ചെയ്യത്തില്ല. ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് നെഗറ്റീവിലാണ് എഫക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയാണ് ചായ, കാപ്പി. ഇതൊക്കെ നമുക്ക് ഹൈഡ്രേഷനേക്കാൾ കൂടുതൽ ഡീഹൈഡ്രേഷൻ, ശരീരത്തിലെ വെള്ളത്തിന് കുറച്ച് കൊണ്ടുവരാൻ വേണ്ട രീതി, അത് അമിതമായിട്ട് മൂത്രമൊഴിക്കുന്ന അവസ്ഥയൊക്കെയാണ് ഉണ്ടാവുക. ശരീരത്തിലെ വെള്ളം നഷ്ടപ്പെടാണ് പലപ്പോഴും സംഭവിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനത്തെ വെള്ളമാണ് കുടിക്കേണ്ടത്? വീട്ടിലാണ് നല്ല കിണറുണ്ട്, വീട്ടിലെ വെള്ളം കുടിക്കാം, കിണറിൽ നിന്ന് വരുന്ന. ഇനി അതല്ല നമ്മൾ പുറത്തുനിന്നൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ അത്ര വൃത്തിയില്ലാത്ത സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ചൂടാക്കി തണുപ്പിച്ചതിന് ശേഷമാണ് വെള്ളം കുടിക്കേണ്ടതായിട്ടുള്ളത്. എത്ര ഗ്ലാസ് കുടിക്കണം? 5 തൊട്ട് 8 9 ഗ്ലാസ് വരെ കുടിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഒരു ബോട്ടിൽ കയ്യിൽ കരുതണം കേട്ടോ. വെള്ളത്തെ ഒരു ബോട്ടിൽ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല ഞാൻ വെള്ളം കുടിച്ചോ ഇല്ല എന്ന്. കുറച്ച് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ക്ഷീണം വരുന്നതും തലകറക്കം വരുന്നതും ഒക്കെ. അതുപോലെ തന്നെ ഈ ചൂടുള്ള സമയത്ത് ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ, മൂത്രത്തിൽ പഴുപ്പ് വരാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ വെള്ളം വേണ്ട രീതിയിൽ കുടിച്ചിട്ടില്ലെങ്കിൽ. ഓക്കെ,